ഇത്രത്തോളം ആഘോഷമാക്കിയ ഒരു KPCC അധ്യക്ഷന്റെ സ്ഥാനലബ്ധി വേറെ ഏതുണ്ട്? 2021 കെ സുധാകരൻ KPCC അധ്യക്ഷനായെന്ന വാർത്ത കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കിയ ഓളം ഓർമ്മയില്ലേ? സ്ഥാനമേറ്റെടുക്കുവാൻ സുധാകരൻ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു വരവ് വന്നു. വഴിനീളെ താലപ്പൊലി, സ്വീകരണം, വടക്കുന്ന് തെക്ക് വരെ ലൈവോട് ലൈവ്, വഴിനീളെ ഫ്ലെക്സ്. ഗർ എന്ന ഗർജനത്തോടെ സുധാകരന്റെ ഫോട്ടോയോടൊപ്പം സിംഹങ്ങൾ അണിനിരന്നു. ഇന്ദിരാഭവനിലേക്കുള്ള വരവൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. പിണറായിയെ താഴെ ഇറക്കിയിട്ടേ ഇനി വിശ്രമമുള്ളൂവെന്ന സുധാകരന്റെ പ്രഖ്യാപനം കോൺഗ്രസുകാരെ ശരിക്കും ഹർഷപുളകിതരായ നിമിഷങ്ങൾ. ഒടുവിൽ എന്തായി? പവനായി ശവമായി. പിണറായിയെ താഴെ ഇറക്കാൻ വന്ന 4ാമത്തെ കോൺഗ്രസ് പ്രസിഡന്റാണ് അട്ടത്താകുന്നത്. 2016 പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ കോൺഗ്രസിലെ ആദർശത്തിന്റെ പ്രതിരൂപമായിരുന്ന VM സുധീരനായിരുന്നു പ്രസിഡന്റ്. പാർട്ടിയിൽ പിന്നിൽ നിന്നുള്ള കുത്ത് സഹിച്ചു തുടരുമ്പോഴും ഒരാവശ്യവുമില്ലാതെ പിണറായിയുടെ രാജി ആവശ്യപ്പെടുന്നത് സുധീരന് ഒരു ഹോബിയായിരുന്നു. ഒടുവിൽ 2018 കോൺഗ്രസുകാരെ എല്ലാം ഞെട്ടിച്ച ഇന്ദിരാഭവനിൽ വാർത്താ സമ്മേളനം വിളിച്ച് രാജിപ്രഖ്യാപനം നടത്തുകയായിരുന്നു സുധീരൻ പോയതോടെ ഗ്രൂപ്പ് വീതം വെപ്പ് പോലെ MM ഹസൻ ആ സ്ഥാനത്തെത്തി. താൽക്കാലിക പ്രസിഡന്റ് ആയതിനാൽ I ഗ്രൂപ്പ് അതിൽ കണ്ണുവെച്ചുമില്ല. അങ്ങനെ A ഗ്രൂപ്പുകാരനായ ഹസൻ KPCC അധ്യക്ഷനായി. വിഭാഗീയതയുടെ ലാഞ്ചന പോലുമില്ലാതെ പാർട്ടിയെ നയിക്കുമെന്നൊക്കെ ഹസൻ പറഞ്ഞെങ്കിലും മറ്റ് പാർട്ടി നേതാക്കളൊന്നും ഹസനെ കാര്യമായി മൈൻഡ് ചെയ്തില്ലെന്നതാണ് വാസ്തവം. സുധീറിനെ പോലെ പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കുമെന്ന പ്രഖ്യാപനമൊക്കെ നടത്തിയെങ്കിലും ഹസൻ പറഞ്ഞത് കോൺഗ്രസുകാർ പോലും തമാശയായാണ് കണ്ടത്. ഒടുവിൽ ഒരു വിലയുമില്ലാതെ 1 വർഷമായപ്പോഴേക്കും ആ താൽക്കാലിക അധ്യക്ഷനെ മാറ്റി. മുല്ലപ്പള്ളി രാമചന്ദ്രനെ KPCC അധ്യക്ഷനാക്കി ഹൈക്കമാൻഡ് തീരുമാനം വന്നു. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ വിജയം നേടിയെങ്കിലും മുല്ലപ്പള്ളിയെയും പിന്നിൽ നിന്ന് കുത്താൻ മറ്റു നേതാക്കൾക്ക് ഒരു മടിയുമില്ലായിരുന്നു. ഇടയ്ക്ക് പിണറായിയെ താഴെ ഇറക്കുമെന്ന് പ്രസംഗിച്ചു നടന്നെങ്കിലും കോൺഗ്രസുകാർക്കിടയിൽ പോലും ഒരു ഓളമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ 2021 പിണറായി സർക്കാർ തുടർഭരണം നേടിയതോടെ മുല്ലപ്പള്ളിക്ക് നിൽക്കക്കള്ളിയില്ലാതെയായി. അതിനിടെ സതീശനെയും മറ്റും കൂട്ടുപിടിച്ച് കേരളത്തിലെ കോൺഗ്രസിൽ KC വേണുഗോപാൽ പിടിമുറുക്കി. അങ്ങനെ മുല്ലപ്പള്ളിയെയും ചെന്നിത്തലയെയും വെട്ടി പകരം സുധാകരനെയും VD സതീശനെയും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമാക്കി പ്രതിഷ്ഠിച്ചു. പിണറായിയെ എതിർക്കാൻ ഒരു പടക്കുതിരയെ കൊണ്ടുവരുന്നുവെന്ന മട്ടിലുള്ള ഫ്ലെക്സുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും നിറഞ്ഞു. സെമി കേഡർ എന്നൊക്കെ പറഞ്ഞ് എന്തൊരു വരവായിരുന്നു സുധാകരന്റേത്. KSUവിലെയും യൂത്ത് കോൺഗ്രസിലെയും അക്രമികൾക്ക് താങ്ങും തണലുമായി. വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചവരെയും AKG സെന്ററിന് ബോംബെറിഞ്ഞവരെയും ധീരജ് രാജേന്ദ്രൻ എന്ന വിദ്യാർത്ഥിയെ കുത്തിക്കൊന്ന കാബാലികരെയും സുധാകരൻ ചേർത്തു പിടിച്ചു. ഇതിനെല്ലാം പുറമെ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ അരയും തലയും മുറുക്കി സുധാകരനൊപ്പം കൂടി. പിണറായി വിജയൻ ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന ലൈനിൽ വാർത്തകളുടെ പൊടിപൂരം. എന്നാൽ ഇന്ദിരാഭവനിൽ കെട്ടിപ്പിടിച്ചുമ്മ വെച്ച് തുടങ്ങിയ സതീശൻ തന്നെ സുധാകരനെ വെട്ടാൻ വാളുമായി ഇറങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത്. പലപ്പോഴും ഇവരുടെ ചക്കളത്തിപ്പോര് പരസ്യമായി. വാർത്താ സമ്മേളനത്തിൽ സതീശനെ കാത്തിരുന്നുമെടുത്ത സുധാകരൻ വിളിച്ച തെറി. അതിനിടെ ഒരു വശത്ത് സുധാകരന് സുഖമില്ല എന്ന നറേറ്റീവ് സൃഷ്ടിക്കാൻ സതീശൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നേതൃമാറ്റ വാർത്തകൾ സജീവമായപ്പോൾ അതിലുള്ള അതൃപ്തിയും സുധാകരൻ പരസ്യമാക്കി. അങ്ങനെ സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറല്ലെന്നും സുധാകരൻ വെല്ലുവിളിച്ചു. എന്നാൽ അതിനൊന്നും വലിയ ആയുസ്സുണ്ടായിരുന്നില്ല. പിണറായിയെ താഴെ ഇറക്കാതെ വിശ്രമമില്ലെന്ന് പ്രഖ്യാപിച്ചു നടന്ന സുധാകരൻ വെറും സിംഹമായി മാറി. പിണറായിയുടെ ഭരണകാലത്ത് പടിയിറങ്ങുന്ന 4ാമത്തെ KPCC പ്രസിഡന്റ് എന്ന നേട്ടവും കൈവരിച്ചാണ് സുധാകരൻ കണ്ണൂരിലേക്ക് വണ്ടി കയറുന്നത്. പിണറായിയെ താഴെ ഇറക്കുന്ന കാര്യത്തിൽ കൂട്ടത്തിൽ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മലയാളത്തിലെ പത്രമുത്തശ്ശിക്ക് വേണ്ടി തൂലിക ചലിപ്പിക്കുന്ന ഒരു പത്രക്കാരനും നടത്തിയിരുന്നു ഏതാണ്ട് ഇതേപോലെ ഒരു പ്രഖ്യാപനം. 2021 തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പായിരുന്നു സംഭവം. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ എപ്പോഴാ കൊച്ചിക്ക് എന്ന ഒരാളുടെ കമന്റിന് മറുപടിയായി ജാവേദ് പർവേഷ് എഴുതിയത് ഇങ്ങനെ: വിജയൻ പടിയിറങ്ങും ദിനം. അതായത് പിണറായി താഴെ ഇറങ്ങിയിട്ടേ ഇനി കൊച്ചിയിൽ കാലുകുത്തു എന്നായിരുന്നു ഇദ്ദേഹം ഫേസ്ബുക്കിൽ ഗീർവാണം മുഴക്കിയത്. അതിനുശേഷം നാഗാലാൻഡിൽ നിന്ന് ലീവിന് നാട്ടിലെത്തുമ്പോൾ ഇദ്ദേഹം കൊച്ചിയിൽ കാലുകുത്താറില്ലെന്നും നിലം തൊടാതെ വേറെ എങ്ങനെയൊക്കെയോ ആണ് വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നതെന്നുമൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ പിന്നീട് കണ്ട ട്രോളുകൾ.